Hello friends, today we are going to learn about an interesting concept in education and psychology called sociometry. Sociometry is a technique of assessing the social relationship among members in a group through the measurement of the frequency of acceptance or non-acceptance between the individuals who constitute the group. ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് അഥവാ സാമൂഹിക ബന്ധങ്ങൾ വിലയിരുത്താനുള്ള ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി. ഗ്രൂപ്പിലെ വ്യക്തികൾ തമ്മിലുള്ള സ്വീകാര്യതയോ നിരസിക്കലിൻ്റെയോ ആവൃത്തി ഫ്രീക്വൻസി അളക്കുന്നതിലൂടെ ഇത് സാധ്യമാകുന്നത്. ഇറ്റ് അണ്ടർടേക്സ് ടു ഡിഫൈൻ ആൻഡ് മെഷർ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ നിർവചിക്കാനും അളക്കാനും ഇത് സഹായിക്കുന്നു. ആൻഡ് സോഷ്യോമെട്രി ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മൊറീനോ ആൻഡ് ജെന്നിങ്സ് ഇൻ 1946. 1946 മൊറീനോ ആൻഡ് ജെന്നിങ്സ് എന്നിവരാണ് സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത്. നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ യൂസസ് ഓഫ് സോഷ്യോമെട്രി. ഫസ്റ്റ്ലി, ടു സ്റ്റഡി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ എ ഗ്രൂപ്പ്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ സോഷ്യോമെട്രി സഹായിക്കുന്നു. നെക്സ്റ്റ്, ടു ഐഡൻറ്റിഫൈ പോപ്പുലർ, ആവറേജ്, നെഗ്ലക്റ്റഡ്, റിജക്ട് സ്റ്റുഡൻസ്. സമൂഹത്തിൽ പോപ്പുലർ പ്രശസ്തരായവർ, ആവറേജ് ശരാശരി, നെഗ്ലക്റ്റഡ് അവഗണിക്കപ്പെട്ടവർ, റിജക്റ്റഡ് മാറ്റി നിർത്തപ്പെട്ടവർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സോഷ്യോമെട്രിയിലൂടെ സഹായിക്കുന്നു. നെക്സ്റ്റ്, ടു റെക്കഗ്നൈസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലീഡേഴ്സ് ഇൻ എ ഗ്രൂപ്പ്. അതായത് ഗ്രൂപ്പിലുള്ള ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലീഡേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു അണ്ടർസ്റ്റാൻഡ് ഗ്രൂപ്പ് സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക്സ്. ഒരു ഗ്രൂപ്പിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തന രീതിയും മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ടു ഡിറ്റക്ട് സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് എമംഗ് സ്റ്റുഡൻസ്. അതായത് കുട്ടികൾക്കിടയിലുള്ള ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെ കണ്ടെത്താനും സോഷ്യോമെട്രിയിലൂടെ സഹായിക്കുന്നുണ്ട്. ടു ഇംപ്രൂവ് ക്ലാസ് റൂം ഇൻ്ററാക്ഷൻ ആൻഡ് കോപ്പറേഷൻ. ക്ലാസ് റൂമിനകത്ത് കുട്ടികളുടെ ഇൻ്ററാക്ഷൻ, ഇടപെടലുകളും കോപ്പറേഷനും സഹകരണവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ടു ഫോം എഫക്റ്റീവ് ഗ്രൂപ്പ്സ് ഫോർ ലേണിംഗ് ആക്ടിവിറ്റീസ്. അതായത് പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്യാപകർക്ക് നല്ലൊരു എഫക്റ്റീവായ ഗ്രൂപ്പിനെ ഫോം ചെയ്യാൻ സോഷ്യോമെട്രിയിലൂടെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു അസിസ്റ്റ് ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഓഫ് സ്റ്റുഡൻസ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവും ഗൈഡൻസും കൗൺസിലിങ്ങും നൽകാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ഗ്രൂപ്പ്. അത് ഗ്രൂപ്പുകൾക്കിടയിലെ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും കുറക്കാനും സോഷ്യോമെട്രി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഇവാലുവേറ്റ് ദ സോഷ്യൽ ക്ലൈമറ്റ് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലെ സാമൂഹിക അന്തരീക്ഷം വിലയിരുത്താനും സഹായിക്കുന്നുണ്ട്. ടു എൻകറേജ് പോസിറ്റീവ് പിയർ റിലേഷൻഷിപ്പ്. അതായത് സഹപാഠികൾക്കിടയിൽ പിയർ ഗ്രൂപ്പുകളുടെ ഇടയിൽ നല്ലൊരു ബന്ധം വളർത്താൻ സോഷ്യോമെട്രി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ടു ഹെൽപ്പ് ഇൻ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. അതായത് ബിഹേവിയർ ചേഞ്ച് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി, ടു പ്ലാൻ റെമഡിയൽ മെഷേഴ്സ് ഫോർ സോഷ്യലി മാലഡ്ജസ്റ്റഡ് സ്റ്റുഡൻസ്. സമൂഹത്തിൽ പൊരുത്തപ്പെടാൻ പ്രയാസപ്പെടുന്ന സ്റ്റുഡൻസിന് റെമഡിയൽ മെഷേഴ്സ് പ്ലാൻ ചെയ്യാനൊക്കെ സോഷ്യോമെട്രി സഹായിക്കുന്നുണ്ട്. ആൻഡ് സോഷ്യോമെട്രി ഓൾസോ ഹാവ് സം മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഫസ്റ്റ്ലി, മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യോമെട്രി. ഫസ്റ്റ്ലി, helps in understand group structure. It helps to understand group structure. It reveals patterns of friendship, rejection, isolation and subgroup within a class. അതിൽ ഗ്രൂപ്പിൻ്റെ ഘടന, സ്ട്രക്ചർ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഇതൊരു ക്ലാസ്സിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പാറ്റേൺ, റിജക്റ്റഡ്, ഐസൊലേറ്റഡ് ആൻഡ് സബ് ഗ്രൂപ്പിംഗ് പോലുള്ള വെളിപ്പെടുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിഫൈ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് സ്റ്റുഡൻസ്. അതായത് ത്രൂ ദീസ് ക്ലാസ്സിലെ സാമൂഹിക നില, സോഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ആരൊക്കെ പോപ്പുലർ, ആവറേജ്, ഐസൊലേറ്റഡ്, റിജക്റ്റഡ് സ്റ്റുഡൻസിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്സ് ടീച്ചേഴ്സ് ടു പ്രൊമോട്ട് ക്ലാസ് റൂം ക്ലൈമറ്റ്. അതായത് ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം ഇമ്പ്രൂവ് ചെയ്യാൻ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് കുറക്കുന്നുണ്ട് ആൻഡ് ഹെൽത്തി പിയർ റിലേഷൻഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യൂസ്ഫുൾ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഐസൊലേറ്റഡ്, റിജക്റ്റഡ് സ്റ്റുഡൻസിന് സ്പെഷ്യൽ കെയർ കൊടുത്ത് ഇമോഷണൽ സപ്പോർട്ട് നൽകാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ്, ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ബിഹേവിയറൽ പ്രോബ്ലംസ്. അതായത് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സോഷ്യലി മാലഡ്ജസ്റ്റഡ് സ്റ്റുഡൻസ് റെഡ്യൂസ് ഡിസിപ്ലിൻ ഇഷ്യൂസ്. അതായത് സോഷ്യലി മാലഡ്ജസ്റ്റഡ് സ്റ്റുഡൻസിന്
ഏർലി ഐഡൻറ്റിഫിക്കേഷനിലൂടെ അവരെ പ്രശ്നങ്ങൾ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്, പ്രൊമോട്ട് സോഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്, എനാബിൾ ടീച്ചേഴ്സ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ബെറ്റർ സോഷ്യൽ സ്കിൽസ് ആൻഡ് പിയർ അക്സെപ്റ്റൻസ്. ഇതുപോലെ തന്നെ മെറിറ്റ്സ് പോലെ തന്നെ സോഷ്യോമെട്രിയിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ, മേ ഹേർട്ട് സ്റ്റുഡൻസ് ഫീലിങ്സ്. Students who are rejected or ignored may feel embarrassed or emotionally disturbed. അത് റിജക്റ്റഡ് ഓർ ഇഗ്നോർഡ്, അവഗണിക്കപ്പെടുകയോ ചെയ്ത സ്റ്റുഡൻസിന് നാണക്കേട് തോന്നിയാൽ നാണക്കേടോ മാനസിക അസ്വസ്ഥതയോ ഉണ്ടാക്കാൻ കാരണമായിരിക്കും. റിസൾട്ട്സ് മേ നോട്ട് പെർമനൻറ്റ്. സോഷ്യൽ റിലേഷൻഷിപ്പ് ചേഞ്ച് ഓവർ ടൈം, സോ ഫൈൻഡിങ്സ് മേ ബിക്കം ഔട്ട്ഡേറ്റഡ് ക്വിക്കലി. അതായത് സാമൂഹിക ബന്ധങ്ങൾ, സോഷ്യൽ റിലേഷൻഷിപ്പ് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനാൽ സോഷ്യോമെട്രിയിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ലിമിറ്റഡ് ടു സ്മോളർ ഗ്രൂപ്പ്സ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു അപ്ലൈ സോഷ്യോമെട്രി എഫക്റ്റീവ്ലി ഇൻ ലാർജ് ക്ലാസ്സസ് ഓർ ഗ്രൂപ്പ്സ്. വലിയ ഗ്രൂപ്പുകളിലോ ക്ലാസ്സുകളിലോ സോഷ്യോമെട്രി ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ അത് പ്രയാസകരമാണ്. നെക്സ്റ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ഹോണസ്റ്റി ഓഫ് റെസ്പോൺസസ്. സ്റ്റുഡൻസ് മേ ഗീവ് ഫാൾസ് ആൻസേഴ്സ് ഡ്യൂ ടു ഫിയർ, പ്രഷർ ഓർ ഡിസയർ ടു പ്ലീസ് ദ ടീച്ചർ. അത് ഫിയർ, പേടി, പ്രഷർ, സമ്മർദ്ദം, അല്ലെങ്കിൽ അധ്യാപകനെ സന്തോഷിപ്പിക്കണം എന്ന കാരണത്താൽ സ്റ്റുഡൻസ് ഫാൾസ്, തെറ്റായ ആൻസേഴ്സ് നൽകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ വെരി യങ് ചിൽഡ്രൻ. യങ് ചിൽഡ്രൻ മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻസ് ഓർ മേക്ക് മീനിങ്ഫുൾ ചോയ്സസ്. അത് ചെറിയ കുട്ടികൾക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാനോ അത് മീനിങ്ഫുൾ ചോയ്സ് തിരഞ്ഞെടുക്കാനോ സാധിച്ചെന്ന് വരില്ല. നെക്സ്റ്റ്, ടൈം കൺസ്യൂമിങ് ഫോർ ടീച്ചേഴ്സ്. അഡ്മിനിസ്റ്ററിങ്, സ്കോറിംഗ് ആൻഡ് അനലൈസിങ് സോഷ്യോമെട്രിക് ഡാറ്റ റിക്വസ്റ്റ് എക്സ്ട്രാ ടൈം. അത് സോഷ്യോമെട്രിയിലെ വിവരങ്ങൾ, ഡാറ്റകൾ അഡ്മിനിസ്റ്റർ ചെയ്യാനും അനലൈസ് ചെയ്യാനും സ്കോർ ചെയ്യാനെല്ലാം ടീച്ചേഴ്സിന് നല്ലോണം സമയം ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് സോഷ്യോഗ്രാം എന്തെന്ന് നോക്കാം. സോഷ്യോമെട്രി എന്തെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സോഷ്യോഗ്രാം. എ സോഷ്യോഗ്രാം ഇസ് എ diagrammatic or graphical representation of the social relationship among members of a group based on data collected through sociogram. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളെ, സോഷ്യൽ റിലേഷൻഷിപ്പിനെ ചിത്രരൂപത്തിലോ ഗ്രാഫിലോ റെപ്രസെൻറ്റേഷൻ അവതരിപ്പിക്കുന്നതിനെയാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ഇത് സോഷ്യോമെട്രിയിൽ കളക്ട് ചെയ്ത ഡാറ്റാസിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. A sociogram shows patterns of attraction, rejection and indifferences among group members. It indicates subgroups, cliques and friendship circles in a class. ഇത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഇടയിലുള്ള അട്രാക്ഷൻ, റിജക്ഷൻ, ഇൻഡിഫറൻസസ് എന്നിവയുടെ പാറ്റേൺ സോഷ്യോഗ്രാം കാണിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിലെ സബ് ഗ്രൂപ്പ്, ഫ്രണ്ട്ഷിപ്പ് എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു. And let's look into the features of sociogram. Firstly, members are represented by dots, circles or names. Next, arrows or lines show choices or rejection. Third, direction of arrows indicates who choose whom. And fourth, can show mutual and one-way relationship. Fifth, uses symbols, arrows and lines for easy understanding. Lastly, merits and demerits of sociogram. ആദ്യം മെറിറ്റ്സ് നോക്കാം. Firstly, പ്രൊവൈഡ്സ് എ ക്ലിയർ വിഷ്വൽ പിക്ചർ. ഗ്രൂപ്പ് റിലേഷൻഷിപ്പിനെ ഈസിയായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇത് യൂസ്ഫുൾ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. സ്റ്റുഡൻസിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഗൈഡൻസും കൗൺസിലിങ്ങിലൂടെ ആവശ്യമായ സഹായം നൽകാൻ സഹായിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് സ്റ്റുഡൻസ്. ഗ്രൂപ്പിലെ ആരൊക്കെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളതെന്നും ആരൊക്കെയാണ് ഐസൊലേറ്റഡ് ആയിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ആൻഡ് ലാസ്റ്റ്ലി നമുക്ക് ഡിമെറിറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, മേ ഹേർട്ട് സ്റ്റുഡൻസ് ഫീലിങ്സ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഫീലിങ്സിനെ ബാധിച്ചേക്കാം. അതായത് താൻ ഗ്രൂപ്പിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയെന്നൊക്കെയുള്ള തിരിച്ചറിവ് സ്റ്റുഡൻസിൽ വിഷയമുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, റിസ്ക് ഓഫ് ലേബലിംഗ്. അതായത് കുട്ടികളെ ഒറ്റപ്പെട്ടവരെന്ന് പറഞ്ഞ് കളിയാക്കുകയോ ലേബൽ മുദ്രപ്പെടുത്തുകയോ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. ആൻഡ് ലിമിറ്റഡ് ടു സ്കൂൾ ഗ്രൂപ്പ്. ചെറിയ ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നു. വലിയ ഗ്രൂപ്പുകളിലേക്ക് പ്രയോഗിക്കാൻ ഇത് സാധിക്കുന്നില്ല. ആൻഡ് ലാസ്റ്റ്ലി ഫോർത്ത് വൺ, ടൈം കൺസ്യൂമിങ്. ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒരുപാട് സമയം വേണ്ടിവരും. ആൻഡ് ലാസ്റ്റ്ലി, ഐ ആം കൺക്ലൂഡിങ് മൈ സെഷൻ ഇൻ ദിസ് ക്ലാസ്. ലേൺ അബൌട്ട് സോഷ്യോമെട്രി, ഇറ്റ്സ് യൂസേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ആൻഡ് ഓൾസോ ഡിസ്കസ് അബൌട്ട് സോഷ്യോഗ്രാം, ഇറ്റ്സ് ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. താങ്ക് യു.